വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു വാഗ്ദാനം കേട്ട് മുഖ്യമന്ത്രി നടത്തിയ മലപ്പുറം പരാമർശത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു KT ജലീൽ എന്നാണ് താങ്കൾ പറയുന്നത്. KT ജലീൽ ലോകത്തോട് മാപ്പ് പറയണം. LDF കൺവീനർ ഇതിൽ ഈ പ്രസ്താവനയിലുള്ള LDF-ന്റെ ഇടതുമുന്നണിയുടെയും പാർട്ടിയുടേത് MV ഗോവിന്ദ മാഷും പറയണം എന്നാണ് താങ്കൾ പറയുന്നത്. ഒരു കാര്യം കൂടി, CPI ഈ ADGP-ക്കെതിരായ പോരാട്ടം കടുപ്പിക്കുകയാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും LDF-ൽ CPM-ൽ നിന്ന് അകന്നു നിൽക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് CPM-നും CPI-ക്കും ഇടയിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു ADGP വിഷയത്തിൽ. ഇന്ന് ADGP-ക്കെതിരായ ഒരു നടപടി ഉണ്ടായേക്കുമെന്നാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കാരണം റിപ്പോർട്ട് ഹോം സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ADGP-യെ വൈകിയാണെങ്കിലും മാറ്റുന്നു. CPI അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മുന്നണിയിൽ തന്നെ തുടരുന്നു. CPI-യുടെ നിലപാടുകളോട് ലീഗ് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ഈ നിലപാടിൽ ഞങ്ങളെല്ലാം ഒരേ അഭിപ്രായക്കാരാണ്. അതിൻ്റെ അർത്ഥം എല്ലാ നിലപാടുകളിലും ഒരേ അഭിപ്രായമാണ് എന്നല്ലല്ലോ. CPI മാത്രമല്ലല്ലോ, RJD പറഞ്ഞിട്ടുണ്ട്, അതുപോലെ JDS പറഞ്ഞിട്ടുണ്ട്, NCP പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ DGP-യെ മാറ്റണമെന്ന്. എന്നിട്ട് പോലും മാറ്റാതെ ഏകാധിപത്യ പ്രവണത, ഞങ്ങളതാ നേരത്തെ പറയുന്നത്. LDF ഒരു മുന്നണിയല്ല, അത് CPM-ന്റെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യത്തിന് കീഴിലുള്ള ഒരു സംഘം മാത്രമാണ്. നടപ്പാകില്ല. ഇപ്പൊ തീർച്ചയായും നേരത്തെ അങ്ങനെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യമാണ് ആ മുന്നണിയിലുള്ളത്. അത് കൂടുതൽ വ്യക്തതയോടുകൂടി ഇപ്പോൾ പുറത്തു വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീ PB സലാം, നേരത്തെ MV ഗോവിന്ദ മാഷ് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞിരുന്ന വാചകം ന്യൂനപക്ഷങ്ങൾക്കിടയിലെ മതേതര ജനാധിപത്യ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ലീഗിനെ കുറിച്ച് അത് SDP-യുമായും ജമാഅത്തെയുമായും സ്വഭാവം പിൻപറ്റുന്ന പാർട്ടിയായി ലീഗ് മാറിക്കഴിഞ്ഞു എന്ന CPM നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് ശ്രീ PB സലാം? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഹെഡ് ഓഫീസായ കോഴിക്കോട്ടെ ഇറാ സെൻറ്ററിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എത്രമാത്രം നേതാക്കന്മാർ സന്ദർശനം നടത്തി, ചർച്ച നടത്തി, സഖ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിൽ വളരെ വ്യക്തമല്ലേ. വ്യക്തമായ കണക്ക് ഞങ്ങൾക്ക് പറയാലോ. SDP-യുമായി മാർക്സിസ്റ്റ് പാർട്ടി സഖ്യം ചെയ്ത് എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ മുസ്ലിം ലീഗുകാരനായ UDF-കാരനായ ചെയർമാനെ മാറ്റാൻ SDPA-യോടൊപ്പം വോട്ട് ചെയ്ത പാർട്ടിയാണ് CPM. കോട്ടയം നഗരസഭയിൽ കോൺഗ്രസ്സുകാരനായ ചെയർപേഴ്സണെ മാറ്റാൻ BJP-ക്കൊപ്പം വോട്ട് ചെയ്ത പാർട്ടിയാണ് CPM. അവർക്ക് മറ്റൊരാളുകളെ ചാപ്പ കുത്താൻ എന്താ അവകാശമുള്ളത്? മുസ്ലിം ലീഗിനെ കുറിച്ച് ഇവരുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ മുസ്ലിം ലീഗ് എന്താണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് നന്നായി അറിയാം. ആ വിശ്വാസമാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തി. ഓക്കെ, ശ്രീ PB സലാം, ഒരു കാര്യം കൂടി. ഇന്നിപ്പോൾ PV അൻവറിൻ്റെ ഈ മഞ്ചേരിയിലെ പ്രസംഗം താങ്കൾ കേൾക്കുന്നുണ്ടോ? അത് എപ്പോഴെങ്കിലും അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ശ്രദ്ധാപൂർവം കേൾക്കും. അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞു, പാർട്ടി രൂപീകരിക്കുന്നില്ല, സാമൂഹ്യ സംഘടന മാത്രമാണ്. അതിൽ അങ്ങയും നിലപാട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ശ്രീ PB സലാം. വളരെ കുറച്ച് സമയമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ താങ്കൾ പങ്കുവച്ചു. നമുക്കിനിയും കാണാം. രാഷ്ട്രീയം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. തീർച്ചയായിട്ടും ലീഗിൻ്റെ അഭിപ്രായങ്ങൾ പല വിഷയങ്ങളിലും ശ്രദ്ധേയവുമാണ്. താങ്ക് യു ശ്രീ PB സലാം. ഒരു ശുഭദിനം ആശംസിക്കുന്നു.